മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കൾ, ഇന്നേ ദിവസം മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 37-ാമത്തെ വാക്യം. സെന്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 9:37. ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കും. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. ആരാണ് വലിയവനെന്ന ഒരു തർക്കമുണ്ടായപ്പോൾ ആ തർക്കത്തെ മാറ്റുവാൻ വേണ്ടി ഈശോ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് പറഞ്ഞു, ഈ ശിശുവിനെ പോലെയാവണം എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞതൊക്കെ മറക്കുക, ഇപ്പോഴുള്ളത് മാത്രം ഓർത്ത് ജീവിക്കുക എന്നുള്ള ചിന്തയാണ്. കൊച്ചുനാളില് സ്ലേറ്റ് തുടയ്ക്കുവാൻ ഉപയോഗിച്ചിരുന്ന മഷിത്തണ്ടുണ്ട്. പോരുന്ന വഴിക്ക് തൊണ്ടിലുമൊക്കെ അത് കിട്ടും. അത് സ്ലേറ്റ് തുടയ്ക്കുവാൻ വളരെ നല്ലതാണ്. ഈ മഷിത്തണ്ട് തുടയ്ക്കുന്നത് 100 കിട്ടിയവന്റെ 100 മാർക്കും തുടച്ചു കളയും, 0 കിട്ടിയവന്റെ 0യും തുടച്ചു കളയും. അവിടെ രണ്ടുപേരുടെയും സ്ലേറ്റ് ഒരുപോലെയായി. ഇത് പറയാൻ കാരണം, ഞാനും നിങ്ങളുമൊക്കെ ഈ മഷിത്തണ്ടിന്റെ ഉപയോഗം ശരിക്കും എടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മറ്റുള്ളവരൊക്കെ നമ്മളോട് ഇടപെടുന്നത് ചിലത് നമുക്ക് മുറിവുകൾ ഉണ്ടാക്കും, ചിലത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതായിരിക്കും. എന്നാൽ അവിടെ പതറിപ്പോവാതെ അവയെല്ലാം മറന്നുകൊണ്ട് പുതിയൊരു ജീവിതം ആരംഭിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മളുടെ ആളുകൾ ഇടപെടുന്നവര് ചിലപ്പോൾ നമുക്ക് മുറിവേക്കുന്ന കാര്യങ്ങൾ പറയാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പറയാം. എന്നാൽ അതിനെയൊക്കെ വിട്ടുകളഞ്ഞുകൊണ്ട് ദൈവമഹത്വത്തിനായി എന്നെ കർത്താവ് നയിക്കുന്നു, എന്റെ വ്യക്തിത്വത്തെ എന്റെ തമ്പുരാൻ രൂപപ്പെടുത്തുകയാണെന്ന ബോധ്യത്തോടെ എന്റെ ജീവിതത്തെ കാണാൻ, അങ്ങനെ പഴയത് മറന്ന് പുതിയവയെ ലക്ഷ്യമാക്കി നീങ്ങുവാൻ നമുക്ക് ഏവർക്കും കഴിയണം. അവിടെ കുറവുകളുണ്ടോ? ഉണ്ടെങ്കിൽ ഹൃദയത്തിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് എല്ലാവരുമായിട്ടുള്ള ബന്ധം ശരിയാക്കി സന്തോഷത്തോടെ മുന്നോട്ട് പോകുവാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഞങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ട്, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.